നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 12 ജില്ലകളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേട്ടം അവകാശപ്പെടുന്നു. 30 വാർഡുകളിൽ 16ഇടത്ത് LDFന് വിജയിക്കാനായി. എന്നാൽ കയ്യിലുണ്ടായിരുന്ന 17 വാർഡുകൾ 16ആയി കുറഞ്ഞില്ലേ എന്നാണ് കോൺഗ്രസിന്റെ മറുചോദ്യം. UDFന് 11 വാർഡുകൾ ഉണ്ടായിരുന്നത് 12 വാർഡായി ഉയരുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലെ മിന്നുന്ന വിജയമാണ് ഇതിനുള്ള ഇടതുമുന്നണിയുടെ മറുപടി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും കാവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണവും UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. ഒഞ്ചിയത്ത് പക്ഷേ ഇത്തവണയും CPM RMPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. ശബരിമലയടക്കമുള്ള വിഷയങ്ങൾ കത്തിനിന്നുവെങ്കിലും ഒരിടത്തും BJPക്ക് വിജയിക്കാനായില്ല. 5ഇടത്ത് രണ്ടാമതെത്തിയതാണ് ഏകയുള്ള ആശ്വാസം. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്ത്? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കുക. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ശ്രീ ശിവദാസനാണ് ചേരുന്നത്. ബാലരാമപുരത്തു നിന്നുമാണ് ശിവദാസൻ വിളിക്കുന്നത്. ശിവദാസൻ, താങ്കൾ ഈ ഫലമെല്ലാം കാണുമ്പോൾ 30ൽ 16 LDF, 12 UDF എന്നൊക്കെയാണ് കാണുന്നത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? സാർ, എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇതൊരു ഇപ്പം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങൾ UDF സീറ്റ് കൂടുതലാണ്. അതിനുപരി ഇപ്പോൾ ഇലക്ഷൻ നടന്ന വാർഡുകള് CPMന്റെ കുത്തകളായ വാർഡുകളാണ്. അതുപോലെ തന്നെ UDF നിന്നുള്ള സീറ്റ് CPM പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ എന്തെന്ന് കേട്ടാല് ഈ പരസ്പരമായ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് അടിയും അതേപോലെ BJP സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ തമ്മിൽ മത്സരിച്ചുകൊണ്ട് LDF വോട്ട് ചെയ്യാൻ കൊടുത്ത ഒരു പരസ്യ പ്രസ്താവന നമുക്ക് അവിടെ ഉള്ളവർ അറിയേണ്ട കാര്യം തന്നെയാണ്. ചിലപ്പോ കേരളം അറിഞ്ഞിരിക്കില്ല, ആരും അറിഞ്ഞിരിക്കില്ല. പക്ഷെ എന്തായാലും ഈ പത്തനംതിട്ടയുടെ സംബന്ധിച്ചിടത്തില് BJPക്ക് ഒരു ചെറിയ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട റാന്നി ഉപതെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തെത്തി. രണ്ടാം സ്ഥാനത്തെത്തി. ആ എത്തിയെന്നുള്ള കാര്യം അവിടെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാത്ത രീതിയിൽ കോൺഗ്രസിന്റെ ആൾക്കാർ ഇല്ലായിരുന്നു പോയി. അവിടത്തെയും ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമായിട്ട് വരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പില് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി ആയിരുന്നാലും മനസ്സാക്ഷിയോട് ഞാൻ പറയുന്നതാണ്, ശക്തമായ രീതിയിൽ കോൺഗ്രസിന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇത്. രാഹുൽ ഗാന്ധി. വളരെയധികം നന്ദി. ശ്രീ ഹാഷിം കൂടി ചേരുന്നു. ഹാഷിം, കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ്, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം, ഇതൊക്കെ വലിയ തിരിച്ചുവരവ് കോൺഗ്രസിന് ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ തൊട്ട് മുൻപ് സംസാരിച്ച പ്രേക്ഷകൻ പറഞ്ഞത്. അങ്ങനെ തോന്നുന്നുണ്ടോ ഫലം കാണുമ്പോൾ? ഇല്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചു വരും എങ്കിലും കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഒരു നിലപാട് കാരണം, ശബരിമലയിൽ എടുത്ത നിലപാടുകൾ ശബരിമലയിൽ എടുത്ത നിലപാടില്ലായ്മ, അത് ഒരു കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പിടിപ്പുകേടാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചുവരവ് സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വളരെയധികം നന്ദി ഹാഷിം. ശ്രീ ഷാജി കൂടി ചേരുന്നു. ഷാജി, കോൺഗ്രസ് LDF പറയുന്നു മലപ്പുറത്ത് ഞങ്ങൾ 2ഇടത്ത്, പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം, അതോടൊപ്പം തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം, കാവനൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറത്ത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങൾ പിടിച്ചു. മലപ്പുറമാണ് സ്ഥലം. അവിടെ പോലും UDFന് ഞങ്ങൾ തോൽപ്പിച്ചു എന്നുള്ളതാണ് LDFന്റെ അവകാശവാദം. ഇത് വളരെ വ്യക്തമല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സർവേകളെല്ലാം കൂടെ പറഞ്ഞ് UDFനെ വിജയിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ തദ്ദേശഫലം തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന ഏതാണ്ട് 16 സീറ്റോളം ലോക്സഭാ മണ്ഡലത്തിൽ LDF നേടുമെന്നുള്ളത് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് LDFന് വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകും. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി. ശ്രീ രമണൻ കൂടി ചേരുന്നു. ശ്രീ രമണൻ, BJP വലിയ അവകാശവാദം, BJP സംസ്ഥാനത്ത് വലിയ ചലനമുണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പൊതുവെയുള്ള BJPയുടെ പ്രചാരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നതല്ലേ രമണൻ? സാറേ, ഇത് തീർച്ചയായിട്ടും BJPക്ക് ഇതൊരു പാഠമായിരിക്കണം. കാരണം ഈ ശബരിമല വിഷയത്തിന്റെ പേരിൽ BJP എടുത്ത നിലപാട് വളരെയധികം
ഹീനമായ ഒരു പ്രവൃത്തിയായിപ്പോയി. കാരണം അതിന്റെ തെളിവ് തന്നെയാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് UDF കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു സമയത്തേണ്ടും ചെന്നിത്തലയിലായിരുന്നു ഊണും രാത്രി ഉറക്കം പെരുന്നേലും എന്ന് പറഞ്ഞ പോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഇരുന്നത്. എങ്കിലും അവർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ വിജയം LDF-ന് ഒരു ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പിലേക്ക്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ വിശാഖ് കൂടി ചേരുന്നു. വിശാഖ് കായംകുളത്തു നിന്നുമാണ് വിളിക്കുന്നത്. വിശാഖ്, ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കായംകുളം എന്ന് പറയുന്നത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്. അവിടെ LDF സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തത്. എന്താണ് പ്രതികരണം? നിലവിൽ അത് LDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന ഇലക്ഷൻ ആയിരുന്നു. അവിടുത്തെ LDF-ന്റെ കൗൺസിലർ അജയൻ മരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അപ്പം അവിടെ മൊത്തത്തിലൊരു സഹതാപ തരംഗവും എല്ലാം അവർക്ക് LDF-ന് അനുകൂലമായൊരു വോട്ടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ നോക്കുമ്പോൾ UDF-ന് മേൽക്കൈയും മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് പോലെ UDF-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ധൈര്യമായി പോകാമെന്നാണ് ഈ ഫലം നൽകുന്ന സന്ദേശം. അതെ, തികച്ചും UDF-ന് അനുകൂലമായൊരു ട്രെൻഡാണ് ഇന്നത്തെ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. അരിപ്പാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതും ആലപ്പുഴ ജില്ലയിൽ തന്നെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണത്. അത് കരുവാറ്റയില് അതെ, കരുവാറ്റയിൽ നടന്ന തെരഞ്ഞെടുപ്പ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ഷാജി കളമശ്ശേരിയിൽ നിന്നുമാണ് ഷാജി വിളിക്കുന്നത്. ഷാജി, പറയൂ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണെന്ന്? സാറ് UDF-ന്റെ കഷ്ടകാലമാണ് ഇപ്പൊ ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം മാണിയും ലീഗും കൂടി കോൺഗ്രസിനെ ഒരു 10 സ്ഥാനത്ത് എത്തിക്കുന്നുണ്ട്. UDF-ന് നല്ലൊരു ചാൻസ് കയറിയുന്ന സമയത്താണ്. അതുപോലെ അവര് ഈ ശബരിമല വിഷയത്തിൽ അഴകുഴമ്പ് നിലപാടെടുത്ത് ആണുമില്ലാത്ത മണ്ണുമില്ലാത്ത നിലപാടെടുത്തും UDF-ന് ഒരുപാട് കൊട്ടം തട്ടി. UDF-ന് ഷാജി ഈ പറയുന്നത് പോലെ UDF-ന് അത്ര വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് ഷാജിയുടെ കാഴ്ചപ്പാട്. അതെ, തീർച്ചയായിട്ടും. കാരണം കേരളത്തിലെ നമ്മൾ മറ്റുള്ള സംസ്ഥാനം നോക്കുമ്പോൾ കേരളത്തിൽ പ്രബുദ്ധ ജനങ്ങളാണ്. UDF അവിടെ ഇവിടെ ചവിട്ടിയുള്ള പരിപാടി ഇനി നിർത്തലാക്കിയില്ലെങ്കിൽ UDF കേരളത്തിന് തൂത്തെറിയും. യെസ്, റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ജോസഫ്, UDF-ന് അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് 11-ൽ നിന്ന് 12 അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് UDF പറയുന്നു. CPM പറയുന്നു ഒരു സീറ്റ് ഞങ്ങൾക്ക്, ഒരു വാർഡ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ 2 ഞങ്ങൾ ഭരണം തിരിച്ചു പിടിച്ചു എന്നുള്ളത് പറയുന്നു. അഭിപ്രായം? ഇത് യഥാർത്ഥത്തില് നാഷണൽ ഇലക്ഷന്റെ ഒരു റിഹേഴ്സലായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തികച്ചും കേരളത്തിലെ അതാത് വാർഡുകളിലുള്ള ആളുകളുടെ ആ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് രാഷ്ട്രീയത്തിനും അതീതമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള ലോക്കൽ ഇലക്ഷനിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഏതിന്റെങ്കിലും സൂചന ഇടതുപക്ഷത്തിനെതിരോ വലതുപക്ഷത്തിനോ അനുകൂലമോ എന്നുള്ളതിനൊക്കെ കാണാൻ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാൻ താല്പര്യപ്പെടുകയാണ്. UDF-ന്റെ ഇപ്പോഴത്തെ നില വളരെ പരിങ്ങലിലാണ്, അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു മാറ്റം, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വന്ന ഒരു മാറ്റവും പ്രിയങ്ക ഗാന്ധിയുടെ എൻട്രിയും ഒരു ചെറിയ തോതിലൊക്കെ ഈ ഇലക്ഷനെ കോൺഗ്രസ് സഹായിച്ചു. വലിയ നേട്ടം നേടിയെന്ന് ഞാൻ പറയുന്നില്ല. സഹായമാകും എന്നുള്ളതാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ. വളരെയധികം നന്ദി. ശ്രീ രവി കൂടി ചേരുന്നു. രവി, ഈ പറയുന്നത് പോലെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു അലയൊലിയായിട്ടൊന്നും ഇതിനെ കാണണ്ട എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട്. ശരിയാണ്, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് നോക്കേണ്ടത് സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 12 വോട്ടെടുപ്പ് നടന്ന് ഫലം വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ കാസർഗോഡും അതോടൊപ്പം ഇടുക്കി, ഈ 2 ജില്ലകൾ മാത്രമേ ഇതിൽ പെടാത്തതുള്ളൂ. മറ്റെല്ലാ ജില്ലകളിലും 1ഓ 2ഓ വാർഡുകളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഗൗരവമായി അങ്ങനെ തന്നെ കാണണ്ടേ? പറഞ്ഞോളൂ രവി. മൊത്തത്തിൽ കേരളത്തില് പറഞ്ഞോളൂ, കേൾക്കാം. ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അനുഭവത്തിൽ ഇടതുപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്ന അതാണ്. BJP വെറും രാഷ്ട്രീയമായ രീതിയിൽ കാണിക്കുന്ന ഇതാണ്. കോൺഗ്രസിനും BJPക്കും ഭയങ്കരമായ അടിയാണ് വരാൻ വേണ്ടി പോകുന്നത്. യെസ്, റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജിഷ്ണു കൂടി വടകരയിൽ നിന്നുമാണ് ജിഷ്ണു വിളിക്കുന്നത്. ജിഷ്ണു, താങ്കൾക്ക് അറിയാവുന്ന സ്ഥലം വടകരയിൽ ഒഞ്ചിയം. ആ ഒഞ്ചിയത്ത് വീണ്ടും RMP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. എങ്ങനെ കാണണം? RMP സ്ഥാനാർത്ഥി വിജയിച്ച കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെന്ന് വെച്ചാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അതെ,
കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. പിന്നെന്ന് വെച്ചാൽ RMPയുടെ വോട്ട് ശതമാനം വളരെ രീതിയിൽ താന്നിട്ടാണുള്ളത്. കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ഈ വർഷത്തെ ഇലക്ഷനിൽ നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം താന്നിട്ടാണുള്ളത്. അവിടെ ഒരു RMP തരംഗമോ ഒരു UDF തരംഗം പോലും ഇല്ല. വോട്ടിംഗ് ശതമാനം മാത്രമല്ല, കഴിഞ്ഞ തവണ RMPക്ക് 500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം 308 കുറഞ്ഞു, UDFന് സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് പോലും. അതെ. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള തരംഗങ്ങളൊന്നുമില്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. RMP ഉൾപ്പെടെ പിന്നെ ലീഗ് RMP ഉൾപ്പെടെ പല പാർട്ടിയിൽ നിന്ന് ആൾക്കാരും CPM-ലേക്ക് വരുന്ന ഒരു അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റിന്റെ സ്വന്തം നാട്ടിലാണ് പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാത്തത്. റൈറ്റ്, വളരെയധികം നന്ദി. വടകരയിലെ കാര്യമാണ് താങ്കൾ പറയുന്നത്. ശ്രീ രാജു കൂടി ചേരുന്നു. രാജു, എങ്ങനെയാണ് റാന്നിയിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്? കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി അവിടെ 2ാം സ്ഥാനത്തായിരുന്നു. എങ്ങനെയാണ് പൊതുവെ ഈ തെരഞ്ഞെടുപ്പിനെ രാജു കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് UDFനെ ഒരു പാഠം പഠിക്കാനായിട്ട് ഇതിൽ നിന്നുള്ളത്. UDF ഒരു പാഠം പഠിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോള് ഒക്കെ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അവര് താഴെ തട്ടില് ഒത്തൊരുമിച്ച് നിൽക്കുകയും അണികളിലും നേതൃത്വത്തിലും ഒരു പടൽ പിണക്കം ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സനൽകുമാർ കൂടി തിരുവനന്തപുരത്ത് നിന്നുമാണ് സനൽകുമാർ ചേരുന്നത്. ശ്രീ സനൽകുമാർ, തിരുവനന്തപുരത്ത് 2ഇടത്താണ് വോട്ടെടുപ്പ് നടന്നത്. ഒന്ന് കള്ളിക്കാട് പഞ്ചായത്ത്, 2 പ്ലാമ്പിഴിഞ്ഞ് പഞ്ചായത്ത്. ഇവിടെ 2ഇടത്തും കോൺഗ്രസിനാണ് വിജയം. ആദ്യ സ്ഥലത്ത് കോൺഗ്രസിലെ P സദാശിവൻ 143 വോട്ടിന് വിജയിക്കുന്നു. രണ്ടാമത്തെടുത്ത് കോൺഗ്രസിലെ തന്നെ സ്ഥാനാർത്ഥി 193. പക്ഷേ 2ാമത്തെ സീറ്റ് പ്ലാമ്പിഴഞ്ഞിയിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇത്തവണ. എങ്ങനെയാണ് അതിനെ താങ്കൾ കാണുന്നത്? അതിനാണ് സാധാരണ 100% ആണെങ്കിൽ എനിക്ക് തോന്നുന്നതാണ് 100% ഇപ്പൊ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയണേ, 100% BJP വരാൻ ചാൻസ് ഉണ്ട്. 100% BJPക്ക് ഇത്തവണ വലിയ നേട്ടം ഉണ്ടാകുമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? 100% 100%. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ വിഷ്ണു കൂടി ചേരുന്നു. വിഷ്ണു, ഈ BJP വലിയ തോതിൽ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ 5ഇടത്ത് BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഒരിടത്തും BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും? ഇല്ല, അവർ നാഷണൽ ലെവലിൽ അവർ എത്തത്തൊന്നുമില്ല. കോൺഗ്രസും മറ്റേ 3ാം മുന്നണിയും കൂടെ വരത്തേ ഉള്ളൂ. കേരളത്തിൽ BJPക്ക് 3 സീറ്റ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞൊരു സീറ്റ് കിട്ടും, അല്ലെങ്കിൽ കേരളത്തിൽ 3 സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ വർഗീയമായിട്ട് കേരളമാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അനൂപ് കൂടി പാലക്കാട് നിന്നുമാണ്. അനൂപ്, കൽപ്പാത്തിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായിട്ട് പാലക്കാട് എടുത്തു പറയാവുന്നത്. അവിടെ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ കൽപ്പാത്തി കോൺഗ്രസ് ആണ് 309 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. മറ്റുള്ളിടത്ത് എല്ലായിടത്തും നെല്ലിയാമ്പതി ആണെങ്കിലും തിരുമിറ്റക്കോടാണെങ്കിലും അഗളിയിൽ കോൺഗ്രസ്, മറ്റു 2ഇടത്തും LDF ആണ് വിജയിച്ചത്. എങ്ങനെയാണ് ഈ പാലക്കാട് വിലയിരുത്തുന്നത്? ഇത് മൊത്തത്തിൽ പാലക്കാട് മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പോ ശബരിമല ഇഷ്യൂമായി ബന്ധപ്പെട്ട് BJP എല്ലാവടെയും മുന്നേറുന്നുള്ള പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത്. പാവപ്പെട്ട അണികളിനെയൊക്കെ തെരുവിൽ ഇറക്കിയിട്ട് ഇഷ്ടംപോലെ നിരവധി പേർക്കാണ് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ നേതാക്കന്മാര് അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളതിന്റെ റിസൾട്ട് തന്നെയാണ് കൽപ്പാത്തിയിലും മറ്റു പലവടെയും കാണാൻ സാധിച്ചിരിക്കുന്നത്. പാലക്കാട് മാത്രമാണ് 2ാം സ്ഥാനത്ത് അങ്ങോട്ട് എത്തി. ബാക്കി എല്ലാ സ്ഥലത്തായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത് വന്നിട്ട് ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് മുതലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ നടന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ബാധിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ പറയാനുള്ളത്. UDF മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. UDFനും വലിയ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ നഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല. അപ്പൊ UDF പിടിച്ചു നിന്നു. എന്നിരുന്നാലും BJP അവിടെ പിന്നിലോട്ട് പോയി എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ UDFന് നേട്ടമുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണോ അഭിപ്രായം? മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ UDF പിന്നിലോട്ട് പോയതിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടി മുന്നിലോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ശിവപ്രസാദ് കൂടി ചേരുന്നു. ശിവപ്രസാദിന്റെ കാഴ്ചപ്പാടിൽ ഈ വിലയിരുത്തൽ ശരിയാണോ? UDF നേട്ടമുണ്ടാക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് വിലയിരുത്താൻ പറ്റുമോ ശിവപ്രസാദ്? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. ശ്രീ അരുൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, കേൾക്കാമോ? അരുൺ, കേൾക്കാം. അരുണിന്റെ കാഴ്ചപ്പാടിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും അനുകൂല ഫലം സാധ്യത? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ 12 എടുത്ത് UDF ജയിച്ചത് നമ്മൾ കണ്ടതാണ്. അതെ, 12 സീറ്റ് UDF, 16 എടുത്ത് മാത്രം LDF പോയി. അതിന്റെ ഒഞ്ചിയൊക്കെ നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്.
ഒഞ്ചിയത്ത് UDF കൂടെ ചേർന്നിട്ടാണ് ഈ RMP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് LDFന്റെ വാദം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒഞ്ചിയത്ത് ഈ RMP നമ്മൾ UDFനോട് ചേർന്ന് നിൽക്കുന്ന എന്നാണ് നമുക്കൊരു പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ ഈ 20 സീറ്റിൽ ഒരു 18 സീറ്റോളം UDF നേടി UDFനാണ് മേൽനോട്ടം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രാജൻ കൂടി ചേരുന്നു. രാജൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യേണ്ടതില്ല, അത് വേറെ വോട്ടിംഗ് പാറ്റേൺ ആണ് എന്നുള്ളതാണ് ഒരു അവകാശവാദം. അവിടെ ആ സ്ഥാനാർത്ഥിയെ വളരെ അടുത്ത് അറിയാവുന്നവരുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരല്ലേ, അവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാർഡിന് പഞ്ചായത്തിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്നുള്ള പ്രചാരണമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ അങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചനയായി കാണാമോ? LDFനൊപ്പമായിരിക്കും. കാരണം ഈ ശബരിമല ഇഷ്യൂ ഒക്കെ വന്നത് കാരണം അത് കോൺഗ്രസ് ആണെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഈ സ്വീകരിച്ചത്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അതിന്റെ ഒരു ശരിക്കും പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അത് LDFന് ശരിക്കും ഈ ഇലക്ഷന് നല്ല ഒരു ഉണ്ടാവും. പക്ഷേ LDFന് ഒരു വലിയ നേട്ടമായിട്ട് എന്താണ് താങ്കൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ? തീർച്ചയായിട്ടും ഇത്രയും വലിയ ശബരിമല ഇഷ്യൂ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഈ CPMനെയും LDFനെയും പൊതുവെ സ്ത്രീകളെയും എല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് ഇത്രയും കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ചേർന്നിട്ടാണ് LDFനെ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ഇതുപോലൊരു വിജയം, ഒരു സീറ്റോ മറ്റോ നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്.